കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാലാ പ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ പരേതനായ എം ശിവശങ്കരൻ മാസ്റ്ററുടെ 1-ാം ചരമവാർഷികവും അനുസ്മരണവും സ്മൃതിരാഗം എന്ന പേരിൽ ഫെബ്രുവരി 8-ന് ഞായറാഴ്ച 4:30-ന് ഞാങ്ങാട്ടിരിയിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാങ്ങാട്ടിരി യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ടി.കെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ബാലസംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്മൃതിരാഗം ശിവശങ്കരൻ മാസ്റ്റർക്ക് നാടിന്റെ ആദരം എന്ന നിലയിലാണ് ഒരുക്കുന്നത്. സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സുനിൽ പി. ഇളയടം പ്രഭാഷണം നടത്തും. ബാലസംഘം അക്കാദമിക് കൺവീനർ ടി.കെ. നാരായണദാസ് അനുസ്മരണം നിർവഹിക്കും. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഡി.എസ്. സന്ദീപ് സംസ്ഥാന കവിതാ മത്സരങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകുന്നേരം 6 മണിക്ക് പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗാനാഞ്ജലി അരങ്ങേറുമെന്നും സ്വാഗത സംഘം ഭാരവാഹികളായ ടി.കെ. നാരായണദാസ്, ടി.കെ. രവി, പി. ജയകുമാർ, ബാബു അരീക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. ശിവശങ്കരൻ മാഷിനൊപ്പം ഒരു 3 പതിറ്റാണ്ടോളം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കും നാരായണദാസനും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബാബു അരീക്കര ഇപ്പോൾ തൃത്താല ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ മെമ്പറാണ്. അതുപോലെ തന്നെ ജയൻ തൃത്താല ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പറാണ്. ദീർഘകാലമായിട്ട് ശിവശങ്കരൻ മാഷിനൊപ്പം പ്രവർത്തിച്ചവർ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ 1960-കൾ മുതൽക്ക് ഞാങ്ങാട്ടിരി യുവകാഹളം എന്ന കലാസമിതി രൂപപ്പെടുകയും ടി.കെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ആ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെടുകയും അതിൻ്റെയൊക്കെ സംഘാടകൻ എന്ന രീതിയിലും മികച്ച പ്രവർത്തകൻ എന്ന രീതിയിലും ഭാരവാഹി എന്ന നിലയിലും ശിവശങ്കരൻ മാഷ് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ മേന്മയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിലെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഗ്രാമമാണ് ഞാങ്ങാട്ടിരി. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ തൃത്താല പഞ്ചായത്തിൽ പ്രത്യേകിച്ചും ഞാങ്ങാട്ടിരി സാംസ്കാരിക നവോത്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാളാണ് എം ശിവശങ്കരൻ മാഷ്. അതുപോലെ തന്നെ നാടൻ പാട്ട് ഗവേഷണ രംഗത്തും അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് പോപ്പുലർ അക്കാദമിയുടെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തകൻ എന്ന നിലയിൽ സാഹിത്യ അക്കാദമിയുടെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച അധ്യാപകനായിരുന്നു. എല്ലാ നിലകളിലും ഞാങ്ങാട്ടിരിയുടെ സമഗ്രമായിട്ടുള്ള കലാസാഹിത്യ സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടിയിട്ട് നിസ്തുലമായിട്ട് സേവനമർപ്പിച്ച ഒരു ദേഹമാണ് എം ശിവശങ്കരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ അനുസ്മരണ ദിനം അതിവിപുലമായിട്ടുള്ളൊരു പരിപാടികളോടെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം കലുഷിതമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാംസ്കാരിക രംഗം, ആ രംഗത്ത് പ്രവർത്തിക്കാൻ ധാരാളം പേരെ ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രചോദനം കൂടി ഈ പരിപാടിക്ക് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഇത്തരമൊരു വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച 4:30-ന് സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മലയാളത്തിന്റെ മികച്ച വാഗ്മിയായിട്ടുള്ള സുനിൽ പി. ഇളയിടം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ഗായകൻ അലോഷി ഗാനാഞ്ജലി എന്ന പേരിലുള്ള സംഗീത വിരുന്നും ഒരുക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക്. അതുപോലെ തന്നെ അന്ന് അഖില കേരളാടിസ്ഥാനത്തിൽ ശിവശങ്കരൻ മാഷുടെ പേരിൽ നടത്തപ്പെടുന്ന ബാലസംഘം നടത്തിയിട്ടുള്ള കവിതാ രചന മത്സരത്തിന്റെ വിജയികളെ ഇവിടെയും പ്രഖ്യാപിക്കും. ആ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. ഈ പരിപാടികളിലൊക്കെ തന്നെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വലിയൊരു വിജയമാക്കി തരണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇനി ആ 2 പ്രസ്ഥാനങ്ങൾ തന്നെ പറയണം. ഇതുകാലത്ത് നമ്മുടെ ഈ താലൂക്കിലാകെ നടന്നു വന്ന പ്രസ്ഥാനമാണ് യുവകാഹളം. എല്ലാ ആർട്സ് ക്ലബ് വേദികളിൽ, വായനശാലാ വാർഷികങ്ങളിൽ, സ്കൂൾ വാർഷികങ്ങളിലൊക്കെ യുവകാഹളം ഒരു അനിവാര്യ ഘടകമായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്മാരക വായനശാലയും അവിടെയുള്ള ചെറുപ്പക്കാരെ ഈ സാംസ്കാരിക രീതിയിൽ കൊണ്ടുവന്നൊരു വലിയ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ്. ഈ രണ്ടിലും ശിവശങ്കരൻ മാഷ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ മാഷയുടെ വിവാഹശേഷം മാഷ് താമസം മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പിലാക്കാട്ടിരിക്കുകയാണ്. പിലാക്കാട്ടിൽ വന്നപ്പോഴും എവിടെ പറിച്ചു നട്ടാലും വേര് പിടിക്കുകയും ചെല്ലകൾ പടർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളുടെ ഭാഗം തന്നെയാണ് ശിവശങ്കരൻ മാഷ്. എവിടെ വന്നപ്പോൾ പെരിങ്ങോട് ബ്രദേഴ്സ് ലൈബ്രറി, ആ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി.
മലയാളം മാഷും ശിവശങ്കരൻ മാഷും കൂടിയിട്ടാണ് ആ ലൈബ്രറി സജീവമായി നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറി ഒന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് വലിയ സംഭാവനയാണ്. അതുപോലെ കൂറ്റനാട് വട്ടനാട് സ്കൂളിലാണ് മാഷ അവസാന കാലത്ത് അധ്യാപകനായി പ്രവർത്തിച്ചത്. മാഷ പല ശിഷ്യകളും ശിഷ്യന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മലയാള കവിത എന്നത് ഇത്ര രസകരമാണെന്ന്. ഇത്ര രസമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് മനസ്സിലായത് മാഷ് കവിത പഠിപ്പിച്ചതാണ്. കാരണം ഓരോ കവിതയും അതിൻ്റെ വൃത്തം നിർദ്ദേശിക്കുന്ന ഈണത്തിൽ വളരെ ഭംഗിയായി ചൊല്ലാൻ മാഷ് കഴിയുന്നതുകൂടിയായിരിക്കണം. ഇതുപോലെ ഫോക്ലോർ രംഗത്ത് നടപടി വിജ്ഞാനത്തിൽ മാഷ് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഒരു വലിയ ഗവേഷണം തന്നെ നടത്തി വള്ളുവനാട്ടിലെ നാടൻ പാട്ടുകൾ എന്ന പേരിൽ പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമി അവാർഡും മാഷ് ലഭിച്ചു. അതുപോലെ വായനശാല പ്രവർത്തകനുള്ള സാഹിത്യ അക്കാദമി അവാർഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഈ രംഗങ്ങളൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബാലസംഘം രംഗത്തിന് മാറ്റമുണ്ട്. ബാലസംഘത്തിന്റെ ഏറ്റവും വിപുലമായ ഒരു തിയേറ്റർ പ്രസ്ഥാനമാണ് വേനൽത്തുമ്പികൾ. പക്ഷേ ഏഷ്യയിൽ തന്നെ ഇത്രയും വലിയൊരു പങ്കാളിത്തമുള്ള ഒരു തിയേറ്റർ കുട്ടികളുടെ ഉണ്ടെന്ന് അറിയില്ല. ആ കുട്ടികൾ തിയേറ്റർ പ്രസ്ഥാനം രൂപയുള്ള വേനൽത്തുമ്പികളുടെ മുൻഗാമിയാണ് കളിവണ്ടി. കളിവണ്ടി എന്നൊരു തീർത്ഥാലയിലും കൂറ്റനാടും പട്ടാമ്പിയിലും മാത്രമായി കളിച്ചു തുടങ്ങിയ ഒരു പരിപാടിയാണ്. കുട്ടികളുടെ കലാസംഘം അതിന് രൂപം കൊടുക്കുന്നതിലും അതിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നതിലും മാഷ് വലിയ പങ്കുവച്ചു. കളിവണ്ടി മുതൽ വേനൽത്തുമ്പികൾ മാഷയുടെ അവസാന കാലം വരെ വേനൽത്തുമ്പികളുടെ എല്ലാ സംഗീതവും സംവിധാനം ചെയ്ത മാഷാണ്. ഒരു കാലത്ത് വേനൽത്തുമ്പികളുടെ കൂടെ സഞ്ചരിച്ച് കുട്ടികളൊപ്പം പാട്ടുപാടി സരസിനെയൊക്കെ കയ്യിലെടുക്കുന്ന രീതിയും മാഷ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ബാലസംഘത്തിന്റെ രക്ഷിതാവും സംഘാടകനും വേനൽത്തുമ്പിയുടെ സംഗീത സംവിധായകനും ഒക്കെയാണ് മാഷ എന്നുള്ളതാണ് ബാലസംഘം മാഷയെക്കുറിച്ച് കാണുന്ന ഏറ്റവും വലിയ ബഹുമതി. അതാണ് മാഷയുടെ സ്മരണാർത്ഥം ബാലസംഘ സംസ്ഥാന കമ്മിറ്റി തന്നെ കേരള സംസ്ഥാന വ്യാപകമായി ഒരു കവിതാ രചനാ മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കൊല്ലം ഓരോ കൊല്ലം വ്യത്യസ്തമായിരിക്കും. ഇത്തവണ കവിതാ രചനാ മത്സരം. ആ രചനാ മത്സരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 70ഓളം കവിതകൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗവും അതുപോലെ UP വിഭാഗവും അയച്ചു കിട്ടി. ഈ 70ഓളം കവിതകളിൽ നിന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 6 കവിതകളും UP വിഭാഗത്തിൽ 2 കവിതകളുമാണ് പുരസ്കാരത്തിന് വേണ്ടി ജൂറി തെരഞ്ഞെടുത്തത്. അത് വിലയിരുത്താൻ വേണ്ടി നമ്മളെ സഹായിച്ചത് നമ്മുടെ ബാലസാഹിത്യകാരനും അറിയപ്പെടുന്ന എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ആര്യൻ കണ്ണന്നൂരാണ്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിലാണ് ഈ കാര്യങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ കുട്ടികളുടെ കവിതകൾ വായിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നടക്കുന്ന ചില വിവാദങ്ങളിൽ നിന്ന് എത്രമാത്രം അകലെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ വേണ്ട കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയാമൊക്കെയാണ്. എഴുതാൻ അറിയാത്തവരും വായിക്കാൻ അറിയാത്തവരും ഇല്ല ഞാൻ പറയുന്നുണ്ടാവും. കുട്ടികളുടെ ഭാഷാപ്രയോഗ ചാതുര്യം, സർഗാത്മകമായ ഭാഷാപ്രയോഗം, അത് പണ്ട് അന്നത്തെക്കാളും എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നതാണ് ഈ കവിതകളെ വായിച്ച തോന്നുക. വളരെ ഷാർപ്പായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ, വളരെ സർഗാത്മകമായിട്ട് ആവിഷ്കരിക്കുന്നതിൽ, നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന രൂപത്തിൽ ആവിഷ്കരിക്കുന്നതിലൊക്കെ ഈ കൊച്ചു കുട്ടികൾ കാണിക്കുന്ന മികവ്, ഇവിടെ കുട്ടികളുടെ ഒരു കവി സമൂഹം വളർന്നു വരുന്നുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ്. ഒരിക്കൽ കവി രാമൻ പറഞ്ഞത്, ഇവിടെ ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ പോരാ, ബാലസാഹിത്യം അപ്പുറത്ത് കുട്ടികളുടെ സാഹിത്യം എന്നൊരു പുതിയ സാഹിത്യശാഖ ഉണ്ടാവേണ്ടതുണ്ട് ഈ രാജ്യത്തുനിന്ന്. അത്രയും എണ്ണം അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ എന്ന കവിത ചെയ്തത് അന്വയ രാജേന്ദ്രൻ പിണറായി ആണ്. മഞ്ഞ ഉടുപ്പിട്ട പെൺകുട്ടി ഹർഷിത കൊഴൽമണ്ണ്, ചാളുകടൽ ജഹനാര S.H. മടപ്പള്ളി, കള്ളൻ വൈദ്യപ്രഭ ചിറ്റൂർ, തിക്കുമുട്ട് സിജേഷ് കോട്ടായി, അവൾ ചിന്താ പ്രദീപ് മണ്ണാർക്കാട് എന്ന് തരുന്നുണ്ട്. അതിൽ നമ്പറുകൾ ഒരു എണ്ണം മാത്രമാണ്, സ്ഥാനമല്ല. ഈ 6 കവിതകളെയും മികച്ച കവിത കണ്ടിട്ടാണ്. 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നില്ല. ഇപ്പോൾ UP 2 പേരാണ്. ചിതൽ എന്ന കവിത ജസ അൻവർ AUPS പുറത്താണ്. ജസയെ കുറിച്ച് നിങ്ങൾ കിട്ടുകയാണ്. ജസയുടെ ഡയറി കുട്ടികൾ പാഠപുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പുകൾ 3ാം ക്ലാസ്സിലും അതുപോലെ 5ാം ക്ലാസ്സിലും പാഠപുസ്തകത്തിന്റെ ഭാഗം എഴുതുന്നുണ്ട്. അപ്പൊ പാഠപുസ്തക നിർമ്മാണത്തിൽ പങ്കുവഹിച്ച കുട്ടിയാണ് ജസ. ഒരു അലക്കുകല്ലും കുഞ്ഞിപ്പെണ്ണും ജയന്ന ബിനു VLPS മായനൂർ, തൃശ്ശൂർ ജില്ലക്കാരിയാണ്. ഈ കുട്ടി 3ാം ക്ലാസ് പഠിക്കുകയാണ്. 7ാം ക്ലാസ് വരെയുള്ള ആളുകളോട് മത്സരം ജയിച്ചൊരു കുട്ടിയാണ്
ഈ ജയന്ന ബിനു എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. അത് ഇത്രയും കുട്ടികൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. സമ്മാനമായിട്ട് ക്യാഷ് അവാർഡുണ്ട്, പുസ്തകങ്ങളുണ്ട്, അതുപോലെ ഫലകമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ ആദരിക്കുന്നത്. മാഷാണെങ്കിൽ കവിതയും സംഗീതവുമായി ജീവിച്ച ഒരാളാണ്.